ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ഡിസ്ക്ലെയിമറാണ് ആദ്യമേ പറയാനുള്ളത്. ഞാൻ ഒരിക്കലും ഒരു ട്രാക്ക് എക്സ്പേർട്ട് അല്ല, ട്രാക്കിൽ വണ്ടി ഓടിച്ചിട്ടുമില്ല. ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങളും ഒരു ട്രാക്ക് എക്സ്പേർട്ട് ആവണമെന്നില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ കുറച്ച് ടിപ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് റോഡ് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇച്ചിരി കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ നിന്ന് ഞാൻ ആരെ സ്പീഡിൽ വണ്ടി ഓടിക്കാനും പ്രേരിപ്പിക്കുന്നില്ല. നിങ്ങൾ വണ്ടി റോഡിൽ ഓടിക്കുമ്പോൾ എപ്പോഴും കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക. അപ്പോൾ പുതിയ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ തുറന്നു കാണാം. വിത്ത് ദാറ്റ് ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. മൈ നെയിം ഈസ് ടോം ആൻഡ് ദിസ് ഈസ് ലെറ്റ്സ് ടോക്ക്. 7 പോയിൻ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 7 പോയിൻ്റ് പറയുമ്പോഴും ട്രാക്കിലും റോഡിലും നിങ്ങൾക്ക് ഈ ടിപ്സ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് പോയിൻ്റാണ് ചെക്ക് യുവർ കാർ. നിങ്ങളുടെ വണ്ടിയുടെ ടയറും ബ്രേക്കും ചെക്ക് ചെയ്യുക. ടയറിൻ്റെ ട്രെഡ് അതേപോലെ തന്നെ ബ്രേക്ക് പാഡിൻ്റെ ലെവലും എപ്പോഴും ചെക്ക് ചെയ്യുക. ഈ 2 പാർട്സാണ് നിങ്ങളുടെ വണ്ടിയുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ പാർട്സ്. പറ്റുമ്പോഴെല്ലാം നിങ്ങളുടെ വണ്ടിയുടെ ടയറും ബ്രേക്കും ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ സസ്പെൻഷനും ചെക്ക് ചെയ്യുക. ട്രാക്കിൽ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് റോഡ് യൂസിനെക്കാട്ടിലും ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളത് ചെക്ക് ചെയ്യാൻ ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ പോയിൻ്റാണ് നിങ്ങൾ എങ്ങനെ വണ്ടിക്കകത്ത് സീറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ നിങ്ങളുടെ കൈയുടെ പൊസിഷൻ സ്റ്റിയറിംഗ് വീലിൽ എവിടെ വരുന്നു എന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സീറ്റ് ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ പുൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബ്രേക്ക് ലിവർ കാലുകൊണ്ട് ചവിട്ടി കഴിയുമ്പം ഫുൾ ബ്രേക്ക് ലിവർ ഡിപ്രസ് ചെയ്തതിന് ശേഷവും മുട്ടിന് ചെറിയ ബെൻഡ് വേണം. അതാണ് കറക്റ്റ് സീറ്റിങ്ങിൻ്റെ പൊസിഷൻ. അതിനുശേഷം ചെക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ കൈ സ്റ്റിയറിംഗ് വീലിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഷോൾഡർ ഫുള്ള് ബാക്കിലേക്ക് വെക്കുക സീറ്റിൽ. അതിനുശേഷം നിങ്ങളുടെ കൈ നേരെ വെച്ചതിന് ശേഷം റിസ്റ്റ് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് താഴേക്ക് ബെൻഡ് ചെയ്യുക. ഇതിപ്പോൾ കറക്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ സീറ്റ് പുറകിലേക്കാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതെത്തില്ല. അപ്പോൾ ഇത് ഫ്രണ്ടിലേക്കാക്കിയിട്ട് നിങ്ങളുടെ ഷോൾഡർ രണ്ടും സീറ്റിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ റിസ്റ്റും ഇങ്ങനെയും വരണം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കൈയുടെ പൊസിഷൻ സ്റ്റിയറിംഗ് വീലിൽ എവിടെയാണ് വരേണ്ടതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. സ്റ്റിയറിംഗ് വീലിനെ നിങ്ങളൊരു ക്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ 3ഉം ഇതിൻ്റെ 9ഉം. ഇത് 9ഉം ഇത് 3ഉം. ഈ 2 പൊസിഷനിലാണ് നിങ്ങളുടെ കൈ എപ്പോഴും ഇരിക്കേണ്ടത്. ഒരിക്കലും സ്റ്റിയറിംഗ് വീല് തിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈ ക്രോസ് ആവരുത് ഇങ്ങനെ. ഈ 2 സ്ഥലത്ത് വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് വണ്ടിയുടെ വീലിൽ നിന്നും അതേപോലെ വണ്ടിയുടെ പൊസിഷനിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നത്. ഈ പൊസിഷനിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺട്രോൾ വണ്ടിയുടെ ഹാൻഡിലിങ്ങിനുണ്ടാവുക. കാറിൻ്റെ സീറ്റ് ബാക്കിലേക്ക് പുഷ് ബാക്ക് ചെയ്തിട്ട് റിലാക്സ് ചെയ്ത് ഓടിക്കുന്ന രീതി കഴിവതും ഒഴിവാക്കുക. കാരണം നിങ്ങളുടെ ജീവനും നിങ്ങളുടെ വണ്ടിയിലിരിക്കുന്ന ജീവനും എതിരെ വരുന്ന ആളുകളുടെ ജീവനും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഉറപ്പായും അൺകംഫോർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. എന്നാലും ഈ പൊസിഷനിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലിവറേജും കൺട്രോളും വണ്ടിയുടെ മുകളിൽ കിട്ടുന്നത്. അങ്ങനെ പോയിന്റ് നമ്പർ 3, എങ്ങനെ ട്രാക്കിലും റോഡിലും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം. 4 പോയിൻ്റ്: ആക്സലറേഷൻ, ബ്രേക്കിംഗ്, സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ ഷിഫ്റ്റിംഗ്. ഈ ആക്സലറേഷനും ബ്രേക്കിങ്ങും പരമാവധി സ്മൂത്ത് ആയിരിക്കണം. അതായത് നിങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വേണം ഇത് രണ്ടും ചെയ്യാൻ. സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്ത് വരുമ്പോൾ സ്റ്റിയറിംഗ് സെൻസിറ്റീവും വിത്ത് ഫീലും ആയിരിക്കണം. അതായത് വണ്ടി എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞു വേണം ഹാൻഡിൽ ചെയ്യാൻ. 4ാമത്തെ കാര്യമാണ് ഷിഫ്റ്റിംഗ്. ഒരു കോർണർ കാണുമ്പോൾ നിങ്ങൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യണോ അതോ ആ ഗിയർ തന്നെ ഹോൾഡ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്ന കാര്യം. അത് റോഡിലും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. എപ്പോഴും കറക്റ്റ് ഗിയർ വണ്ടി ഓടിക്കുക. 4ാമത്തെ പോയിൻ്റാണ് ട്രാക്കിലെയും റോഡിലെയും ഫ്ലാഗും സിമ്പലുകളും കറക്റ്റായിട്ട് പഠിക്കുക എന്നുള്ളത്. ട്രാക്കിൽ വരുമ്പോൾ പല ടൈപ്പ് ഫ്ലാഗുകളുണ്ട്. അതേപോലെ തന്നെ ട്രാക്കിൽ യൂസ് ചെയ്യുന്ന പല വേർഡ്സ് ഉണ്ട്. ലാപ്പ് ടൈം. ഇപ്പോൾ ഒരാൾ എങ്ങനെ ഒരാളിനെ പാസ് ചെയ്യണം, പുറകിൽ നിന്ന് വരുന്ന ഒരാളിനെ എങ്ങനെ നിങ്ങളെ പാസ് ചെയ്ത് വിടാം എന്നുള്ളതൊക്കെ. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. 5ാമത്തെ പോയിൻ്റാണ് നിങ്ങളുടെ വിഷൻ.
അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് നോക്കുന്നത് എന്നുള്ളത്. പരമാവധി ദൂരെ നോക്കി വണ്ടി ഓടിക്കുക. നിങ്ങൾ ദൂരെ നോക്കുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് കൂടുതൽ കിട്ടും. കൂടുതൽ കാൽക്കുലേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ടൈം കിട്ടും. 6ാമത്തെ പോയിൻ്റ്, ലേൺ യുവർ കാർ. അതായത് കാറായാലും ബൈക്കായാലും നിങ്ങളുടെ വാഹനത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. വണ്ടിയുടെ ലിമിറ്റ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ട്രാക്കിൽ ഓടിക്കുമ്പോൾ വണ്ടിയുടെ ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് ആ ലിമിറ്റ് ത്രൂ ഔട്ട് ഓടിക്കുന്നതിലാണ് നിങ്ങൾക്ക് ഫാസ്റ്റ് ലാപ്പ് ടൈം കിട്ടുന്നത്. അങ്ങനെ 7ാമത്തെ പോയിൻ്റ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിൻ്റ്, ട്രാക്ക് ഡേയ്സും അതേപോലെ തന്നെ റോഡിൽ വണ്ടി ഓടിക്കുന്നതും ഭയങ്കര രസമാണ്. പക്ഷേ ഇത് സ്പോയിൽ ചെയ്യാൻ പറ്റിയ 2 കാര്യങ്ങളാണ്. ഒന്ന് ഇമോഷനും ഒന്ന് എക്സോഷനും. റോഡിൽ ഓടിക്കുമ്പോഴും ഇമോഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ദേഷ്യം വൈരാഗ്യം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. അതുപോലെ തന്നെ എക്സോഷനും. നിങ്ങൾ ടയേർഡ് ആവുകയാണെങ്കിൽ തന്നെ വളരെ ഡേഞ്ചറസ് ആണ്. അതേപോലെ തന്നെ നമ്മളുടെ വണ്ടിയും ടയേർഡ് ആവുകയാണെങ്കിൽ കുറേ ലാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയും ടയറും ബ്രേക്കും ഒത്തിരി സ്ട്രെയിൻ അനുഭവപ്പെടും. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ നിന്നും പറയാനുള്ളത്, പവർഫുൾ കാർ ഓടിക്കുന്നതിലല്ല കാര്യം, അതെങ്ങനെ ഓടിക്കുന്നു എന്നതിലാണ് കാര്യം. പെർഫോമൻസ് കുറഞ്ഞ കാറുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ട്രാക്കിലും റോഡിലും എൻജോയ് ചെയ്യാൻ സാധിക്കും ഈ പറഞ്ഞ ടിപ്സുകൾ ഫോളോ ചെയ്താൽ. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ടെക്നിക്കലായിട്ടുള്ള ടേംസും അതേപോലെ തന്നെ വേറെ കുറച്ച് ടിപ്സും പറഞ്ഞുതരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തെങ്കിൽ ഇച്ചിരിയെങ്കിലും പ്രയോജനപ്പെടുന്ന ടിപ്സ് കണ്ടെങ്കിൽ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. കാണാൻ വേണ്ടി സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.